40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകളും പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ ഞാൻ പണ്ടത്തെ പോലെയൊന്നും ആഹാരമൊന്നും കഴിക്കുന്നില്ല. നമ്മുടെ ഭക്ഷണമൊക്കെ കുറവാണ്. പക്ഷേ വണ്ണം വളരെ പെട്ടെന്ന് കൂടുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടും ഞാൻ ആഹാരം കഴിച്ചിരുന്നു. പക്ഷേ അപ്പോൾ വണ്ണമില്ലായിരുന്നു. ഇതൊരു കൺഫ്യൂസിങ് പോലെ പല ആളുകളും പറയാറുണ്ട്. കാരണം ഡയറ്റ് അതേപോലെയാണ്. ചിലപ്പോൾ ഭക്ഷണം കുറച്ചിട്ടും ശരീരത്തിൽ പ്രത്യേകിച്ചും വയറിന് ചുറ്റും കൊഴുപ്പ് കുറയുന്നില്ല. അരക്കെട്ടും വണ്ണം കൂടുതലാണ്. മുഖത്തൊക്കെ ഒരു നീര് വന്നതുപോലെ പഫിനെസ് തോന്നുന്നുണ്ട്. പണ്ടത്തെ ഡ്രസ്സുകളൊന്നും ഫിറ്റ് ആകുന്നില്ല. പണ്ടൊക്കെ ഡ്രസ്സ് ഈസി ആയിട്ട് ഇടായിരുന്നു, ഇതിപ്പം ഇടാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല എൻ്റെ എനർജി ലെവലും കുറഞ്ഞു. പണ്ടൊക്കെ നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം തോന്നുകയാണ്. എക്സസൈസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വ്യായാമം ചെയ്യാനായിട്ട് തോന്നുന്നുമില്ല, പറ്റുന്നുമില്ല. എപ്പോഴും ഒരു ക്ഷീണം. ഉറക്കത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും ചിന്തിച്ച് കിടക്കുകയാണ്. ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്, ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് സ്ത്രീകൾ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ പറയുന്നതാണ്. പിന്നെയും പറയും, എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഇപ്പോൾ കൂടുതലാണ്. ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നും, കേക്കുകൾ കഴിക്കാൻ തോന്നും. അതുപോലെ ചെറിയൊരു കാര്യം മതിയാൽ ദേഷ്യം വരും, ഇമോഷണലായിട്ട് അപ്സെറ്റ് ആവും, പെട്ടെന്ന് നമുക്ക് ടെൻഷൻ കൂടും. ഇതെല്ലാം കാരണമില്ലാതെ ഇങ്ങനെ വരികയാണ്. അതും 40 വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? പല സ്ത്രീകളും ഇത് എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ല, ഞാൻ മടിയനാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. എൻ്റെ ബോഡി മോശമായെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ശരിക്കും അതല്ല കാരണം. മെനോപോസ് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശരീരത്തിൽ ഹോർമോൺസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. അതായത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോണുകൾ സ്ത്രീകളിലുണ്ട്. ആ ഹോർമോണിൽ ഫ്ലക്ച്വേറ്റ് വരികയാണ്. അപ്പോൾ മെറ്റബോളിസം സ്ലോ ആവും, മസിൽ മാസ് കുറയും, ബോഡിയിലെ ഫാറ്റ് സ്റ്റോറേജിൻ്റെ പാറ്റേണും വ്യത്യാസം വരും. അപ്പം വയറിന് ചുറ്റും വണ്ണം കൂടും. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഭക്ഷണം മാത്രമല്ല അവിടെ പ്രശ്നം. ഹോർമോണൽ പ്രോബ്ലം ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, മസിൽ ലോസ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു മെറ്റബോളിക് ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കുറേയൊക്കെ മാറ്റാനായിട്ട് പറ്റുള്ളൂ. കാരണം ആദ്യമേ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറ്റങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ശരീരത്തിനുള്ളിൽ പതുക്കെ 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 വർഷങ്ങളെടുത്ത് വരുന്ന മാറ്റങ്ങളാണ്. സ്ലോലി നടക്കുന്ന ഒരു ഹോർമോണൽ ഷിഫ്റ്റ് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. പല സ്ത്രീകൾക്കും മെനോപോസ് എന്നത് പീരീഡ് കംപ്ലീറ്റ്ലി നിർത്തുന്ന ഒരു സമയമാണെന്ന് അറിയാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതിനൊരു 5 മുതൽ 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോഡിയിൽ വലിയ മാറ്റങ്ങൾ പതുക്കെ സംഭവിക്കുകയാണ്. ഈ ഫേസിനെയാണ് നമ്മൾ വിളിക്കുന്നത് പെരി മെനോപോസ് എന്നുള്ളത്. ഇത് പല സ്ത്രീകൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്നുള്ള ഒരു ഹോർമോൺ സ്ഥിരമായിട്ട് പ്രവർത്തിക്കാതെ കുറേ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ കൂടുതലായിട്ട് വരും, ചില ദിവസങ്ങളിൽ കുറയും. അതോടെ തന്നെ ബോഡിയിലും ആ ഒരു മെറ്റബോളിസം പഴയതുപോലെ ആവില്ല, സ്മൂത്തായിട്ട് സംഭവിക്കില്ല. അപ്പോൾ പണ്ട് ബോഡി വളരെ ഈസി ആയിട്ട് വയറ് വണ്ണമൊക്കെ കുറച്ചിരുന്നു. പണ്ട് നല്ലോണം കഴിച്ചിട്ട് പോലും വണ്ണം വെച്ചില്ല. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് കഴിക്കുമ്പോൾ തന്നെ വയറ് വണ്ണം വെക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതോടൊപ്പം തന്നെ 40 വയസ്സ് കഴിയുമ്പോൾ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മസിൽ കുറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ല വണ്ണം തോന്നും, പക്ഷെ മസിലില്ല, ശരീരത്തിൽ കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതൽ റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ. ഇത് കാരണം ഒരു സൈക്കിളാണ്. വീണ്ടും നമ്മൾ റെസ്റ്റ് എടുക്കും, വീണ്ടും നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം കാരണം നമ്മുടെ മസിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞ് വണ്ണം കൂടിയുള്ളത് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ വണ്ണം പെട്ടെന്ന് കാണുന്നത്. ഇതിനോടൊപ്പം സ്ട്രെസ്സും കൂടും. 40 വയസ്സ് ആകുമ്പോഴത്തേക്ക് പല സ്ത്രീകളും ജോലി ഉണ്ടാവും, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടും, കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ നോക്കേണ്ടി വരും, പേരൻസിൻ്റെ ഹെൽത്തിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, ചിലപ്പം സാമ്പത്തികമായ എന്തെങ്കിലും ടെൻഷൻ കാണും. അങ്ങനെ പല മെൻ്റൽ പ്രഷർ ഇവരുണ്ട്. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോണാണ്, അതും ഒരു ഹോർമോണാണ്. അതും വണ്ണം കൂടും, പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള വണ്ണം കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറൊക്കെ ക്രേവിങ്സ് ഉണ്ടാവും. ചോക്ലേറ്റ് കഴിക്കാനും അതുപോലെ സ്നാക്സ് കഴിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അത് കാരണവും വണ്ണം കൂടും. പിന്നുള്ള പ്രശ്നം ഉറക്കക്കുറവ്. ഈ ടെൻഷനെല്ലാം കാരണം ഉറക്കക്കുറവുണ്ടാവും. അപ്പോൾ രാത്രി നല്ലോണം ഉറങ്ങില്ല, രാവിലെ ചിലപ്പോൾ നേരത്തെ പോകേണ്ടത് കാരണം നമ്മൾ നേരത്തെ എഴുന്നേക്കും, അപ്പോൾ ഉറക്കം കുറയും. അപ്പം നമുക്ക് ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ സാധാരണ ഒരു ചായ കുടിക്കും അല്ലേ? ഞാൻ സാധാരണ ചായ കുടിച്ച് നോക്കും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് പഴം എടുത്ത് കഴിക്കും, കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് നോക്കും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് കഴിക്കും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് മിക്ക സ്ത്രീകളും ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൂഡ് പ്രോബ്ലംസും ഈ സമയത്ത് വളരെ കോമൺ ആണ്. ചെറിയൊരു ഇറിറ്റേഷൻ വരുന്ന സമയത്ത് അവർ ഇമോഷണലി അപ്സെറ്റ് ആവും. കാരണം മനസ്സിലാവത്തില്ല. പെട്ടെന്ന് നമുക്ക് മനസ്സിന് വിഷമമാണ്, ഒരു കാരണവുമില്ലാതെ. നമുക്ക് വിചാരിക്കും എന്താ സാധാരണ അവൻ പറഞ്ഞതുപോലും പറഞ്ഞില്ല എന്ന് നമ്മുടെ മനസ്സിനറിയാം. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നത് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ ആയിരിക്കും.
അതാണ് 40 കഴിഞ്ഞ സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണം ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. മസിൽസ് ലോസ് ഉണ്ടാവുന്നുണ്ട്, അത് കാരണം വണ്ണം കൂടും. പിന്നെ ഈ പറഞ്ഞ സ്ട്രെസ്സും ഈ പറഞ്ഞ ഉറക്കക്കുറവും എല്ലാം കാരണം നമുക്കുണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പം ഒരു കുറ്റബോധവും വരും. കാരണം നമുക്ക് ഇങ്ങനെ വണ്ണം വന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം. ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കില്ല. മിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 40 വയസ്സുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം സൈലൻ്റായിട്ട് ഇത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ പിടിച്ചു നിർത്തണം. ആദ്യം ഈ ലക്ഷണം കാണിക്കില്ല, പക്ഷെ 40 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹോർമോൺസുകൾ കുറയും. അത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ഈ പെരിമെനോപോസൽ ടൈം നമ്മൾ വളരെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യണം. എന്തൊക്കെ ചെയ്യാം? ഒന്ന്, വീട്ടിൽ വരുന്ന എല്ലാ ബാക്കിയുള്ള ആഹാരങ്ങളും കഴിക്കാനുള്ള ആളല്ല നിങ്ങൾ. വേസ്റ്റ് വരുന്ന ആഹാരം കഴിക്കുന്നത് നിങ്ങളല്ല. അത് വേസ്റ്റ് ബിന്നിലിടുക. അടുത്ത ദിവസം കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പ്ലാൻ ചെയ്യുക. ആവശ്യത്തിനുള്ള ആഹാരമേ കഴിക്കാവൂ. രണ്ടാമതായിട്ട് നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്യണം. വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം എന്ന് പറഞ്ഞാൽ 1 കിലോ 2 കിലോ 3 കിലോ ഒക്കെയുള്ള വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമമോ റെസിസ്റ്റൻറ്റ് ബാൻഡ്, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ടുള്ള വ്യായാമം ചെയ്യണം. എന്നാലേ മസിൽ ഡെവലപ്പ് ആവുള്ളൂ. കാരണം സ്ത്രീകൾക്ക് എന്തിനാണ് മസിൽ എന്ന് പറഞ്ഞാൽ അവരും വേണം. അവരുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം ചെയ്യണമെങ്കിൽ അവർക്ക് മസിൽ വേണം. ഈ കൊഴുപ്പ് നമ്മൾ കാണുമ്പോൾ വണ്ണം തോന്നും, പക്ഷെ അത് കൊഴുപ്പാണ്. ഓക്കെ, കാരണം നമ്മുടെ ഹോർമോണുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും മസിൽസ് പ്രോപ്പറായി വർക്ക് ആയാൽ തന്നെ പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് ഉറക്കം കറക്റ്റ് ചെയ്യണം. ഉറക്കം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങണം. അത് എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് നിങ്ങൾ റെഡിയാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായിട്ട് മനസ്സിന് ശാന്തമായിട്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്യാൻ നോക്കുക. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്വസനത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, ശ്വസന വ്യായാമങ്ങൾ. അതൊരു 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും ചെയ്യുക, അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള പോലെ. മീ ടൈം എന്ന് പറഞ്ഞാൽ മീ ടൈം ഉണ്ടായിരിക്കണം, എനിക്ക് വേണ്ടിയുള്ള ടൈം. നിങ്ങൾ ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാനായിരിക്കാം, കുക്ക് ചെയ്യാനായിരിക്കാം, എന്തും ആയിക്കോട്ടെ, ഇത് ചെയ്യണം. കാരണം കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം കൃത്യമായി വെള്ളം കുടിക്കണം. കാരണം ഒരു 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളമാണ്. വെള്ളം കുടിക്കാൻ സ്ത്രീകൾ മറക്കാറുണ്ട്. കുടിക്കുക. മൂത്രം ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് പോകേണ്ടത്, അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആഡ് ചെയ്യുക. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക ആഹാരത്തിലും കാർബോഹൈഡ്രേറ്റാണ്, ചോറാണ് കഴിക്കുന്നത്. ചോറും ഒരു കൂന് ചോറും കുറച്ച് കറികളും, അതല്ല വേണ്ട. തിരിച്ച് നമ്മൾ ഒരു കുറച്ച് ചോറും നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ഫൈബർ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണവും കുറയും, നിങ്ങളുടെ മസിൽസിനും നല്ലതാണ്. ഇത് ശീലമാക്കുക. ആദ്യത്തെ 2-3 ദിവസം പാടായിരിക്കും, ഒരു ആഴ്ച കഴിയുമ്പം അത് ശീലമായി മാറും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രോട്ടീൻ കൂടുതലാക്കുക. അതിന് മുട്ട ആക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പയർ പുഴുങ്ങിയതാക്കാം, കടല ആവാം, ചിക്കൻ ആവാം, മീനാവാം, സോയാബീൻ ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, മുളപ്പിച്ച പയറൊക്കെ എന്തോ. പക്ഷേ എല്ലാ ആഹാരത്തിനോടൊപ്പം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. അധികം വിലയില്ലാത്ത സാധനങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി, അത്രയും വിലയൊന്നും ആയില്ല. പ്ലാൻ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഈസ്ട്രജൻ്റെ ചേഞ്ച് മാത്രമല്ല ഇവിടെ പ്രശ്നം, പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോണും വ്യത്യാസം വരുന്നുണ്ട്. ഇതിനുവേണ്ടി ഈസ്ട്രജൻ സപ്ലിമെൻ്റ് എടുക്കാമോ? പറ്റില്ല. ഈസ്ട്രജൻ സപ്ലിമെൻ്റ് ഒക്കെ എടുത്താൽ ക്യാൻസർ ഉണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടുണ്ട് പല യൂറോപ്പിലും US-ലൊക്കെ പല സ്ത്രീകൾക്കും കൊടുത്തിട്ട് അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. ഈ ഒരു ഹോർമോണൽ വ്യത്യാസം ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഹോർമോണാണ്. ശരിക്കും പ്രായം കുറഞ്ഞ ഒരു സമയത്ത് സ്ത്രീകളെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതും വണ്ണം കൂടാതിരിക്കുന്നതും പ്രിവെൻറ്റ് ചെയ്യുന്നതും എല്ലാം ഈസ്ട്രജനാണ്. പക്ഷെ ഒന്ന് പ്രായം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്ട്രജനം കുറയും. അപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രശ്നങ്ങളും അവിടെ വരും. പണ്ട് നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ സ്ഥിരമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈസ്ട്രജൻ ഫ്ലക്ച്വേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ. നമ്മുടെ സ്റ്റോറേജ്, വയറിന് ചുറ്റുമുള്ളതൊക്കെ വണ്ണം പെട്ടെന്ന് വരും. അപ്പം 3 പ്രസവിച്ച ഞാനാണ്, എനിക്ക് ഇത്രയും എന്തില്ലായിരുന്നു, വണ്ണമില്ലായിരുന്നു, വയറിന് ചുറ്റും വണ്ണമില്ല. പക്ഷേ 40 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് വണ്ണം വെച്ചു. ഇത് മിക്ക സ്ത്രീകളും പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇതിൽ റിവേഴ്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ 5M ഡയബറ്റിക് പ്ലാൻ എന്നുള്ള ഒരു പ്ലാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ചാനലിൽ പറയുന്നുണ്ട്. മോഡ്യൂൾ 1-ൽ 5 സ്റ്റെപ്പ് ഉണ്ട്, മോഡ്യൂൾ 2-ൽ 5 സ്റ്റെപ്പ് ഉണ്ട്. അത് ഓരോന്നും ഒറ്റയടിക്ക് ചെയ്യരുത്. 3 ദിവസം കൂടുമ്പം ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത 3 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല അസുഖങ്ങളും റിവേഴ്സ് ചെയ്യാൻ പറ്റും. പൊണ്ണത്തടി, അമിത പ്രമേഹം, അതുപോലെ അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, ഇതുപോലുള്ള പല അസുഖങ്ങളും, യൂറിക് ആസിഡ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബ് സബ്സ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഉള്ള ചെക്ക് ലിസ്റ്റുകളും തരുന്നുണ്ട്. ഓക്കെ, മധുരപാനീയങ്ങളും
ഈ സ്ത്രീകൾ ഈ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഒഴിവാക്കണം. മിക്ക ആളുകൾക്കും ക്രേവിങ് ഉണ്ടാവും. സ്ഥിരമായിട്ട് നമ്മൾ അമിതമായ പഞ്ചസാരയോ ബേക്കറി ഐറ്റംസോ ഒക്കെ കഴിച്ചാൽ അത് നിങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഏകദേശം 10ഓളം മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനോടൊപ്പം നമ്മളിത് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ റിവേഴ്സ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി സ്ത്രീകളുണ്ട്. വ്യായാമം മാത്രം ചെയ്താൽ തന്നെ വലിയ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ രാത്രി ഒത്തിരി ലേറ്റായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റോപ്പ് ആവുക. കാരണം സാധാരണ എന്ത് ചെയ്യാൻ ആഹാരം കഴിച്ചോളാം പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇതൊരു കോസ്മെറ്റിക് ഇഷ്യൂ അല്ല ഈ വണ്ണം വയ്ക്കുന്നതെന്ന് പറയുന്നത്. അബ്ഡോമിനൽ ഫാറ്റ് കൂടുതലായാൽ ഡയബറ്റീസിലോട്ട് പോകും, ഫാറ്റി ലിവറിലോട്ട് പോകും, അമിത രക്തസമ്മർദ്ദത്തിലോട്ട് പോകും, കൊളസ്ട്രോളിലോട്ട് പോകും, ഹാർട്ട് പ്രോബ്ലത്തിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് സ്ലോലി ഈ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ലോലി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഒന്നൊന്നായിട്ട് എല്ലാം ഒറ്റയടിക്ക് പറ്റില്ല, പതുക്കെ ചെയ്യാം. അപ്പോൾ ഈ ഹോർമോണൽ ഫേസ് നാച്ചുറൽ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ വഴി നമുക്ക് ബോഡിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ യൂട്യൂബിലെ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.